Right. So ഇന്നത്തെ എൻ്റെ ടോപ്പിക് സെയിം ടി സി ചാപ്റ്റർ 3 പോയിന്റ് ഡയഗ്രം. അതും ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. എങ്ങനെ നമുക്കൊരു 3 പോയിന്റ് ഡയഗ്രം ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഒരു 3 പോയിന്റ് ഡയഗ്രം ക്വസ്റ്റ്യൻ കിട്ടാം. നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം. അത് 3 പോയിന്റ് ഡയഗ്രം. സോ ഫസ്റ്റ് തിങ്, അതൊരു റണ്ണിങ് ഫിക്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ബെയറിങ്സ് കിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒരു സെയിം പോയിന്റ് ആയിരിക്കും, ഒരു സെയിം പോയിന്റ് ആയിരിക്കും. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരുപാട് മീൻസ് 2-3-4 ബെയറിങ് കിട്ടും. അപ്പോൾ അതൊരു റണ്ണിങ് ഫിക്സ് ആയിരിക്കും. അതാണ് 3 പോയിന്റ് ബെയറിങ് വരയ്ക്കുന്നത്. അപ്പോൾ അതൊരു ഇറ്റ്സ് എ റണ്ണിങ് ഫിക്സ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ 4 കൂടുതൽ ഡേറ്റ കാണത്തില്ല. യുവിൽ നോട്ട് you will not get 4 data. ഈ 4 ഡേറ്റാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സാധാരണ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് ഒരു 6 ഡേറ്റാസ്. ഓക്കെ, നമുക്ക് വേണ്ട 6 ഡേറ്റാസ്, മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട 6 ഡേറ്റാസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ CTS എന്ന് പറയുമ്പോൾ കോഴ്സ് ടു സ്റ്റിയർ. രണ്ടാമത്തെന്ന് പറയുമ്പോൾ എൻജിൻ സ്പീഡ്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ സെറ്റ്, നമ്മുടെ വിൻഡ് ഡയറക്ഷൻ. നാലാമത്തെന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡ് സ്പീഡ്. അഞ്ചാമത്തെന്ന് പറയുമ്പോൾ CMG കോഴ്സ് മേക്ക്. ആറാമത്തേത് SMG സ്പീഡ് മേക്ക്. അപ്പോൾ ഈ 6 സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കും. മീൻസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 3 പോയിന്റ് ബെയറിംഗ് ആകുമ്പോൾ അത് നമുക്ക് 4 ഡേറ്റാസ് ഒരു കാരണവശാലും കിട്ടത്തില്ല. മാക്സിമം 2 അല്ലെങ്കിൽ 3 ഡേറ്റാസേ കിട്ടത്തുള്ളൂ. പിന്നെ നോർമലി നമ്മുടെ TCM സെക്കൻഡ് മെയിൻ ഫോർമുലയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോർമലി എൻജിൻ സ്പീഡ് അവർ തന്നേക്കും. എൻജിൻ സ്പീഡ് നോർമലി നമ്മുടെ ടോപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുമ്പ് അവർ കുറച്ച് പാർട്ടി ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ആ ഇൻസ്ട്രക്ഷനിൽ നമുക്ക് എൻജിൻ സ്പീഡ് നോക്കി തന്നു. ബൈ ചാൻസ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് ഔട്ട് എൻജിൻ സ്പീഡ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ എൻജിൻ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഇതിൽ നമുക്ക് 4 ഡേറ്റാസ് ഒരു കാരണവശാലും തരത്തില്ല. ഈ 6 പോയിന്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കും. ഈ 6 പോയിന്റ് നിങ്ങൾ ഞാൻ എക്സാം എഴുതിയപ്പോഴും ഈ 6 പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ, എന്ന് വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടി. സോ ഈ 6 പോയിന്റ് എഴുതി വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. സോ ഈ 6 പോയിന്റും നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ 6 പോയിന്റിൽ ഏതെങ്കിലും 2-3 ഡേറ്റാസ് നിങ്ങൾക്ക് മാക്സിമം 3 പോയിന്റ് ബെയറിംഗ് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു 3 പോയിന്റ് ബെയറിംഗ് കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണെന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കും. എന്തായാലും നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കും. ജസ്റ്റ് ഒരു പെൻ പേപ്പർ പറ്റുമെങ്കിൽ നിങ്ങളുടെ ചാർട്ട് ഒബ്വിയസ്ലി ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ക്യാരി എ പെൻ, ബുക്ക്, പെൻസിൽ, വാട്ടർ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ BA ബ്രിട്ടീഷ് അഡ്മിനായിട്ട് ചാർട്ട് നമ്പർ 5047. ഓക്കെ, ചാർട്ട് നമ്പർ 5047. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ അറ്റ് 1100 hours. Okay, 1100 hours. Vessel steering 080 degree. അപ്പോൾ 1100 hours vessel steering, വെസലിന്റെ ഹെഡിങ് 080 ഡിഗ്രി ട്രൂ ആണ്. അപ്പോൾ 080 ഡിഗ്രി ട്രൂവിൽ മൂവ് ചെയ്തപ്പോൾ 49 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇതാണ് നമ്മൾ എടുക്കാനുള്ള പോയിന്റ് ഫിക്സ്, നമ്മൾ എടുക്കേണ്ട ആ പ്ലേസ്. അപ്പോൾ അതിൻ്റെ ബോർ എന്ന് വെച്ചാൽ അതിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ 030 ഡിഗ്രി ട്രൂ. അത് കഴിഞ്ഞ് 1130 അവേഴ്സിൽ 000 ഡിഗ്രി ട്രൂ. അത് കഴിഞ്ഞ് 1200 അവേഴ്സിൽ 330 ഡിഗ്രി ട്രൂ. Question, find CMG, SMG and
റേറ്റ് ഓഫ് കറണ്ട്. ഓക്കെ, CMG, SMG ആൻഡ് റേറ്റ് ഓഫ് കറണ്ട്. ക്വസ്റ്റ്യന് വേറെ തന്നിട്ടുണ്ട് കറണ്ട് സെറ്റിംഗ് സബ്. അപ്പോൾ കറണ്ട് സദർലി ഡയറക്ഷനിലാണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 3 ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ വെസലിന്റെ ഹെഡിങ് 0 നമ്മുടെ കറണ്ടിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് സദർലി ആണ്. പിന്നെ എൻജിൻ സ്പീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻജിൻ സ്പീഡ് 12 knots എടുക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ഓൺലി 3 ഡേറ്റാസ് ആൻഡ് ഇച്ചറഫീസ് 3 ടൈമിൽ 3 ബെയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിലിപ്പോൾ നമുക്ക് വേറെ ആൻസർ ഷീറ്റിൽ എഴുതാനൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഡയഗ്രാം വരയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് ഹൈലൈറ്റിങ്ങിന് വേണ്ടിയെങ്കിൽ ഫസ്റ്റ് PL എന്ന് പറയുന്നത് എത്ര മണിക്കായിരുന്നു? 1100 hours. ഓക്കെ, 1100 hours 030 ഡിഗ്രി ട്രൂ. ഓക്കെ, അടുത്ത PL2 പൊസിഷൻ ലൈൻ 2 എന്ന് പറയുന്നത് 11:30. അപ്പോൾ 11:30 000 ഡിഗ്രി ട്രൂ. ഓക്കെ, അടുത്ത PL3 എന്ന് പറയുന്നത് 12. സോ 1200 hours 330 ഡിഗ്രി ട്രൂ. അപ്പോൾ 3 PL നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്യാൻ പോയിട്ട് നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ചാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ വൺ മോർ തിങ് നമ്മുടെ വരയ്ക്കുക. ചാർട്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, 49 പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലാൻഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ലാൻഡ്, ഇതാണ് ആ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഞാൻ നമുക്ക് കിട്ടിയ 3 PL ഞാൻ വരയ്ക്കാൻ പോകും. അപ്പോൾ ഫസ്റ്റ് PL എന്ന് പറയുന്നത് ഫസ്റ്റ് PL എന്ന് പറയുന്നത് 11 മണിക്ക് 1100 hours 030 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ബെയറിംഗ് എടുത്തു. അപ്പോൾ എൻ്റെ 030 എന്ന് പറയുമ്പോൾ അങ്ങോട്ട്. അപ്പോൾ ഫസ്റ്റ് PL എന്ന് പറയുമ്പോൾ 030. ഇത് PL1 at 1100 hours 030 ഡിഗ്രി. എല്ലാം ട്രൂയിലായിരിക്കും. ഓക്കെ, സപ്പോസ് ഇൻ കേസ് നിങ്ങൾക്ക് 0 തരാം. അപ്പോൾ 0 എററും തന്നേക്കും, അതിന് നിങ്ങൾ ട്രൂയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ട്രൂയിൽ മാത്രമല്ല 0 ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. അടുത്ത PL2 എന്ന് പറയുന്നത് 000 ഡിഗ്രിയാണ്. ഓക്കെ, 000. അടുത്ത 000 ഡിഗ്രിയാണ്. ഓക്കെ, 00 ഡിഗ്രി. അതിൻ്റെ PL2 at 11:30 000 ഡിഗ്രി. അടുത്ത എൻ്റെ PL3 എന്ന് പറയുന്നത് at 12:30 ആണ്. ഓക്കെ, PL3 എന്ന് പറയുന്നത് 12:30 ആണ്. PL3 എന്ന് പറയുന്നത് 1200 ആണ്. അതിൻ്റെ ബെയറിംഗ് നമ്പർ 330 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 3 ബെയറിംഗ് നിങ്ങൾ 3 PL വരച്ചു. ഈ 3 PL വരച്ചതിന് ശേഷം നിങ്ങൾ ഇത് വരയ്ക്കാം, പെർപെൻഡിക്കുലർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കുന്നത് ഈ മിഡിൽ ലൈനിന് ബേസ് ചെയ്താണ് വരയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ 0 ആണ് ഈ പെർപെൻഡിക്കുലർ. നോർമലി പാരലൽ 90 ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. എവിടെയാണ് ഈ പോയിന്റ് കിട്ടുന്നത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നോർമലി പാരലൽ റൂളർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും സിമ്പിൾ നമ്മൾ സെക്സ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. സെക്സ് സ്ക്വയർ ഇപ്പോൾ എൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഓക്കെ 90 ഡിഗ്രി വരിക. ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ സൈഡ് വരച്ച് അടുത്ത പെർപെൻഡിക്കുലർ വരയ്ക്കാം. നമ്മുടെ മിഡിൽ ലൈനിനെ ബേസ് ചെയ്താണ് നമ്മുടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. മിഡിൽ ലൈനിന്റെ ബെയറിംഗ് അതിലൂടെ 90 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സെക്സ് സ്ക്വയർ ആയിരിക്കും ഏറ്റവും, അല്ലെങ്കിൽ നിങ്ങൾ പാരബോളർ കൊണ്ട് നീക്കി നോക്കിയൊക്കെ വരുമ്പോൾ ടൈം ഇടുക. അതിനെക്കാട്ടി പാരബോളർ യൂസ്. അപ്പോൾ 90 ഡിഗ്രി ഓൾവേസ് 90 ഡിഗ്രി വെക്കുക. ഈ പോയിന്റ് ഡ്രോ
സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ ടൈം റേഷ്യോ അല്ലെങ്കിൽ സ്പീഡ് റേഷ്യോ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ രണ്ട് ലൈനും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം, പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പം ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ നമുക്ക് റേഷ്യോസ് വേണം. ഇവിടെ ഇപ്പം നമുക്ക് എൻജിൻ സ്പീഡ് 12 knots എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ബ്രീഫായിട്ട് എഴുതാം. നമുക്ക് ടൈമിംഗ് എന്ന് പറയുമ്പോൾ 1100 hours, 1130 hours, 1200 hours. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് 30 minutes. ഓക്കെ, ഈ ഡിഫറൻസും 30 minutes. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എൻജിൻ സ്പീഡ് തന്നിട്ടില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ടൈം റേഷ്യോ എന്ന് പറയുമ്പോൾ ഇത് 30 minutes. സോ ഏതോ യു ക്യാൻ ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ 3, മാക്സിമം അല്ല, യു ക്യാൻ ഡിവൈഡ് ബൈ 5 ആയിരിക്കും സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും 6 കിട്ടും. അപ്പോൾ 6 minutes, 10 ഒക്കെ ഒന്ന് പിന്നെ ഇത്തിരി കൂടി വരും. മാക്സിമം 6, 5 ആ രീതിയിലൊക്കെ വരുന്ന പോയിന്റ്. 3, 2 അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ട്രയാങ്കിൾ നല്ല ചെറുതായിരിക്കും. ചെറുതാകുമ്പോൾ എന്താ ആക്യുറസി പറയും. അപ്പോൾ നമ്മൾ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് രണ്ടും സെയിം വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ഹോൾ നമ്പർ കിട്ടണം. അപ്പം ഇവിടെ ഇപ്പോൾ എനിക്ക് എൻജിൻ സ്പീഡ് 12 knots. നിങ്ങൾക്ക് എൻജിൻ സ്പീഡ് തന്നാലും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം റേഷ്യോ എടുക്കാം. ഇപ്പോൾ എൻജിൻ സ്പീഡ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ 30 minutes ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 knots ആയിരിക്കും, 6 miles ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 miles ആണ്. സപ്പോസ് ഇതിപ്പോൾ 45 minutes ആയിരുന്നെങ്കിൽ ഇത് 9 miles ആണ്. എങ്ങനെയാണ് 30 minutes അല്ല. അപ്പോൾ 0 നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ 0 നിങ്ങൾ ഡയറക്റ്റ് 30 minutes into 12 ചെയ്ത് നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ തെറ്റായിരിക്കും. സപ്പോസ് ഇപ്പോൾ 0.55 അല്ലെങ്കിൽ 0.45, 43 അങ്ങനെയൊക്കെ വാല്യൂയാണെങ്കിൽ 0 degree 45 degree മീൻസ് ഞാൻ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഡിഗ്രിയിൽ ഇൻറ്റു 12 ചെയ്യുക. അപ്പോൾ നമുക്ക് 9 miles കിട്ടും. ഈ 0 ഈ ഫസ്റ്റ് സംഭവം ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ എൻജിൻ സ്പീഡ് എന്ന് പറയുന്നത് 12 knots നമ്മുടെ 30 minutes 6 miles ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റേഷ്യോ കിട്ടി. അപ്പം ഈ റേഷ്യോ കിട്ടിയതിന് ശേഷം രണ്ട് 6 miles ആണ്. ഓക്കെ, റേഷ്യോ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ കോമ്പസ് എടുക്കുക. നിങ്ങൾ ഏത് ഭാഗത്താണ്, ഇപ്പോൾ ഇതാണ് എൻ്റെ ചാർട്ട്. അപ്പോൾ എൻ്റെ മീൻസ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് ഈ പോർഷനാണ്. സോ നിങ്ങൾ സ്കെയിൽ എടുക്കുമ്പോൾ സ്കെയിൽ മെഷർ ചെയ്യുമ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് വെച്ച് എടുക്കുക. ഇവിടെ പ്ലോട്ട് ചെയ്തിട്ട് താഴെ കൊണ്ട് മെഷർ ചെയ്ത് എടുക്കരുത്. എവിടെ വെച്ചാണ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള സ്കെയിൽ വേണം നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ 6 miles എടുക്കുക, ഇവിടെ മിഡിൽ പോയിന്റ് വയ്ക്കുക, 6 miles മാർക്ക് ചെയ്യും. സോ എൻ്റെ 6 miles മാർക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ രണ്ട് സൈഡിൽ ഞാൻ 6 miles ഞാൻ മാർക്ക് ചെയ്തു. നമുക്കിത് പി എന്നും പോയിന്റ് ക്യൂ എന്നും എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു റെഫറൻസിലാണ്. അപ്പം ഞാൻ പിയും ക്യൂ മാർക്ക് ചെയ്തു 6 miles. ഓക്കെ, 6 miles കിട്ടി. റേഷ്യോ എടുത്ത 6 miles ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോയിന്റ് നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. രണ്ട് സൈഡിലും നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പോയിന്റും PL1 എവിടെ ടച്ച് ചെയ്തു, PL3 എവിടെ ടച്ച് ചെയ്തു, ആ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്യുക. ആ ഫസ്റ്റ് പോയിന്റ് എന്ന് എടുക്കാം, ഈ പോയിന്റ് നമ്മൾ Z എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ഈ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്യുന്നു. സോ ഈ ജോയിൻ ചെയ്ത ലൈനെയാണ് നമ്മൾ CMG എന്ന് പറയും. സോ 3 point ബെയറിംഗിലെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് CMG നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ജോയിൻ ചെയ്യുന്ന രണ്ട് പോയിന്റ് കിട്ടുന്ന ആ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ലൈനെ പറയുന്നത് CMG. അപ്പോൾ CMG നമ്മൾ ഉപയോഗിക്കുന്ന ആരോ ഡബിൾ ആരോ CMG, സിംഗിൾ ആരോ ഫോർ CTS മീൻസ് മാർക്ക് ചെയ്യാൻ സിംഗിൾ ആരോ, ട്രിപ്പിൾ ആരോ ആണെങ്കിൽ റേറ്റും കറണ്ടും, റേറ്റും സെറ്റും മാർക്ക് ചെയ്യാനാണ് ട്രിപ്പിൾ ആരോ. അപ്പം നമ്മൾ നോർമലി ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എഴുതുമ്പോൾ നമ്മൾ CTS CMG എഴുതാറില്ല, ആരോസ് ആണ് കൂടുതൽ എഴുതാറ്. അപ്പം എൻ്റെ CMG കിട്ടി. ഓക്കെ, പക്ഷെ ഇത് SMG ഒരിക്കലും ആവത്തില്ല, CMG കിട്ടിയിട്ടുള്ളൂ. സോ അതൊരു ചെറിയൊരു ഭാഗം കിട്ടി. നമ്മുടെ
CMG, നമ്മുടെ ക്വസ്റ്റ്യനിൽ CMG കണ്ടുപിടിക്കാനായിരുന്നു. സോ 1 2 3 4 5 6. അതിൽ എൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെസൽ 080 ഡിഗ്രിയിലായ 080, എൻജിൻ സ്പീഡ് 12. മൂന്നാമത്തേത് സദേർലിന്ന് തന്നിട്ടുണ്ട്, സൗത്ത് ഡയറക്ഷനാണ്. നാലാമത്തെ നമ്മുടെ റേറ്റ് തന്നിട്ടില്ല. CMG നമുക്ക് കണ്ടുപിടിക്കണം, SMG കണ്ടുപിടിക്കണം. അത് നമ്മൾ ഓൾറെഡി CMG കണ്ടുപിടിച്ചു. CMG 090 ആണ് വരുന്നത്. ഓക്കെ, CMG 090 ആണ് വരുന്നത്. നമുക്ക് CMG അടുത്ത നമുക്കിനി SMG കണ്ടുപിടിക്കണം, റേറ്റിംഗ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വെസൽ സ്റ്റിയറിംഗ് 080, നമുക്ക് CTS തന്നിട്ടുണ്ട്. സോ CTS ഇത് നമ്മുടെ അലോവിങ് ആണ്. ഓക്കെ, കൗണ്ടർ ആക്ടിങ് അല്ല, അലോവിങ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് CTS നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് അലോവിങ്. സോ നമ്മൾ CTS വരയ്ക്കാൻ പോകുന്നത്, CTS നമുക്ക് 080 ആണ്. പിന്നെ 080 വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ CTS 080 × 12 മൈൽസ്. ഇതൊരു 1 hour ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഫ്രം 1100 to 1200 ആണ് ട്രയാങ്കിൾ. സോ ഇറ്റ്സ് എ 1 hour. സപ്പോസ് ഇതിപ്പോൾ 12:30 ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ 1.5 hour ട്രയാങ്കിൾ ചെയ്യണം. അപ്പോൾ ഈ എൻജിൻ സ്പീഡ് എന്ന് പറയുന്നത് 1.5 × 12 ചെയ്യണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ മൈൽസ് കട്ട് ചെയ്യാനുള്ളത്, ഡയറക്റ്റ് 12 എടുക്കരുത്. സോ ഇതിപ്പോൾ 1 hour ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് 12 എടുക്കാം. സപ്പോസ് ഇതിപ്പോൾ ഒരു 1.5 hour ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾ 1.5 എടുക്കുക, × 12 ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ 12 മൈൽസ് മാർക്ക് ചെയ്തു. എൻ്റെ എൻജിൻ സ്പീഡ് ഞാൻ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വിൻഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സദേർലിയാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സദേർലിയാണ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ആൻഡ് വിൻഡ് ഈസ് എവേ. സോ കറണ്ട് ടുവേർഡ്സ് ആയതുകൊണ്ട് ഇത് സദേർലി ആയിരിക്കും മൂവ് ചെയ്യുന്നത്. സോ കറക്റ്റ് 180 എടുക്കുക, താഴോട്ട് മാർക്ക് ചെയ്യുക, 3 ആരോ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇനി ഈ A to Z എന്ന് പറയുന്ന ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഈ A to Z എന്ന് പറയുന്ന ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഒരു കാരണം വെച്ചാലും ഈ പോയിന്റ് നമ്മൾ ഒന്നിനും നമ്മൾ റെഫറൻസ് എടുക്കാറില്ല. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ CMG കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് നമ്മൾ വരച്ചതേ ഉള്ളൂ. നിങ്ങൾക്കിവിടെ ഇത് കിട്ടി, അപ്പോൾ സദേർലി ആണ്. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഇതുകൊണ്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയോ അങ്ങനെ ഒരിക്കലും ചെയ്ത് അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ കറണ്ട് വിളിച്ചു. ഈ A to Z എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഇവിടെ കൊണ്ടുവച്ച് നിർത്തുന്ന നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട്. ഇനി അപ്പോൾ നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ SMG എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് ഇതുവരെ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ളതാണ് നമ്മുടെ SMG. അപ്പോൾ നമുക്ക് റേറ്റും കിട്ടി, SMGയും കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് നമ്മുടെ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 3 സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിയും. ഇത്രയും ക്വസ്റ്റ്യനിലുള്ളൂ. ബൈ ചാൻസ് നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് എക്സ്ട്രാ ഒരു കാര്യം ചോദിച്ചു, ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ പോകണേ. സപ്പോസ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയാം, ഇഫ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് പൊസിഷൻ ഓഫ് 1100 hours-ഉം 1200 hours-ഉം. ഈ 1100 hours-ന്റെയും 1200 hours-ന്റെയും പൊസിഷൻ കണ്ടുപിടിക്കാൻ കൂടെ ചോദിച്ചിരിക്കാം. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഇത് A, ഈ പോയിന്റ് B, ഈ പോയിന്റ് C. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് C. ഇവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് PL, ഓൾവേസ് ഫസ്റ്റ് PL, നമ്മൾ എന്താണ് ട്രാൻസ്ഫറിങ് PL, നമ്മുടെ PL വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് PL പാരബോളർ യൂസ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് PL നമ്മൾ ഈ C എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കുക. ഓക്കെ,
സി എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കാം. ഫസ്റ്റ് പി എൽ ആണ്. ഫസ്റ്റ് പി എൽ ഞാൻ സി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഈ ഫസ്റ്റ് പി എൽ 030 അത് പാരലൽ റൂളർ യൂസ് ചെയ്ത് ഞാനത് സി പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പോൾ എൻ്റെ PL3 അത് മുട്ടിയത്. അപ്പം ഇതാണ് എൻ്റെ 1200 ഫിക്സ്. 1200 ഫിക്സ് ഇതായിരിക്കും. അപ്പോൾ 1200 ഞാൻ ഇവിടെ ആയിരിക്കും. ഇനി നമുക്ക് 1200 പൊസിഷൻ. അപ്പം ഈ പൊസിഷനാണ് നിങ്ങൾ ആൻസറിൽ എഴുതാറ്. ഈ കണ്ടുപിടിച്ച് ഈ പൊസിഷനാണ് നിങ്ങൾ ഫൈനൽ ആൻസർ എഴുതാറുള്ളത്. ഇനി അടുത്തത് എനിക്ക് 1100 അവേഴ്സിൻ്റെയും കണ്ടുപിടിക്കണം, 1130 വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ 11 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, ഈ കണ്ടുപിടിച്ച AZ നമ്മളെ CMG, ആ CMG അതുപോലെ പാരലൽ റൂളർ യൂസ് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സെയിം CMG ആണ് ഞാൻ താഴോട്ട്, വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ സി പോയിന്റിൽ നമ്മുടെ ഫസ്റ്റ് PL ട്രാൻസ്ഫർ ചെയ്തു, വരച്ചു, അതിൻ്റെ PL3 ടച്ച് ചെയ്തു. അതാണ് എൻ്റെ 1200 ഫിക്സ്. അപ്പോൾ എൻ്റെ ഞാൻ AZ എന്ന് പറഞ്ഞ CMG ഞാൻ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് ഈ പോയിന്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് 1130 ഫിക്സും ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1100 ഫിക്സും. അപ്പോൾ പൊസിഷൻ സിമ്പിളായിട്ട് കിട്ടാം. 1100 പൊസിഷൻ ഇവിടെ, 1130 പൊസിഷൻ ഇവിടെ, 1200 പൊസിഷൻ കിട്ടും. സോ നമ്മുടെ 3 പോയിന്റ് ബെയറിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.